ഹലോ സ്റ്റുഡൻസ്, നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം പാർട്ട് എ എന്ന് ചോദിച്ച ചോദ്യം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരുന്നത് ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 3, 4 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ ഇങ്ങനെ 1 മാർക്കിനൊക്കെ ലിമിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എക്സ് വൈ ടെൻസ് ടു 3, 4 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് ഏതെടുക്കാം, 3 എടുക്കാം. y ഈക്വൽ ടു 4 എടുക്കാം. ഫംഗ്ഷൻ തന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 3 സ്ക്വയർ ഈസ് 9 പ്ലസ് 4 സ്ക്വയർ ഈസ് 16. 9 പ്ലസ് 16 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25. സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് വരുന്നത് 25 ആണ്. സോ 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഈ മൊഡ്യൂളിൽ നിന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെയാണ്. കമ്പ്യൂട്ട് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ സെറ്റ് ബൈ ഡോ വൈ ഇഫ് സെറ്റ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. സെറ്റിൻ്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണ്. സോ ഡോ സെറ്റ് ബൈ ഡോ എക്സും ഡോ സെറ്റ് ബൈ ഡോ വൈയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് കാണാൻ പറഞ്ഞത്. സോ ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കി വയ്ക്കുക. ഈ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് ഇവിടെ 1 മാർക്കിനൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, 3 മാർക്സിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 7 മാർക്സിനും ചോദിച്ചിട്ടുണ്ട്. സോ ടോട്ടൽ ഈ ഒരൊറ്റ സെക്ഷനിൽ തന്നെ നമുക്ക് ചോദിച്ച ചോദ്യം എന്ന് പറയുകയാണെങ്കിൽ 11 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു റിസൾട്ട് എന്ന് പറയുകയാണെങ്കിൽ എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n ഇൻറ്റു എക്സ് റൈസ് ടു n-1 ആണ്. എക്സ് റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു ഈ എന്നിൽ സ്റ്റാർട്ട് ചെയ്യുക, n ഇൻറ്റു എക്സ് റൈസ് ടു n-1 ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ചോദിച്ചാൽ എന്ത് വരും? 2 ഇൻറ്റു n 2 ആണ്. 2 ഇൻറ്റു എക്സ് റൈസ് ടു 1 ആയിരിക്കും. അപ്പോൾ എക്സ് ക്യൂബ് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ വരും? എക്സ് ക്യൂബ് ആണെങ്കിൽ 3 ഇൻറ്റു എക്സ് റൈസ് ടു 2 ആയിരിക്കും. അപ്പോൾ എക്സ് റൈസ് ടു 10 ആണെങ്കിൽ എന്ത് വരും? 10 ഇൻറ്റു എക്സ് റൈസ് ടു 9 ആയിരിക്കും. എക്സ് റൈസ് ടു 12 ആണെങ്കിൽ 12 ഇൻറ്റു എക്സ് റൈസ് ടു 11 ആയിരിക്കും. ഇതേപോലെ തന്നെ നമുക്ക് എന്തിൻ്റെ കേസിലും പറയാം, വൈൻ്റെ കേസിലും പറയാം. അപ്പോൾ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? 2y ആയിരിക്കും. വൈ റൈസ് ടു 5 ചോദിച്ചാൽ 5 ഇൻറ്റു വൈ റൈസ് ടു 4. ഇതേപോലെ നമുക്ക് സെഡിൻ്റെ കേസിലും എല്ലാം പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാം. സോ നമ്മളെടുത്ത് ഇവിടെ ചോദിച്ചത് ഡോ സെറ്റ് ബൈ ഡോ എക്സും ഡോ സെറ്റ് ബൈ ഡോ വൈയും. ഡോ സെറ്റ് ബൈ ഡോ എക്സിന് നമുക്ക് വേണമെങ്കിൽ സെഡ് എക്സ് എന്ന് എഴുതാം. ഡോ സെറ്റ് ബൈ ഡോ എക്സ് ആണ്, അപ്പോൾ എന്തെഴുതാം? സെഡ് എക്സ്. ഡോ സെറ്റ് ബൈ ഡോ വൈന് അപ്പോൾ എന്തെഴുതാം? സെഡ് വൈ. സോ സെഡ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡോ സെറ്റ് ബൈ ഡോ എക്സ് ആണ്. സെഡ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡോ സെറ്റ് ബൈ ഡോ വൈ. ഇനി എന്താണ് ഈ സെഡ് എക്സ് അല്ലെങ്കിൽ ഡോ സെറ്റ് ബൈ ഡോ എക്സ് കൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. സോ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെഡ് എന്ന് പറഞ്ഞ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. പക്ഷേ സെഡിലുള്ള എക്സിൻ്റെ ടേംസിനെ മാത്രമേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുള്ളൂ. ആ സെഡിൽ ഇനി വൈൻ്റെ ടേംസ് ഉണ്ടെങ്കിൽ വൈ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഡോ സെറ്റ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെഡിലുള്ള എക്സിൻ്റെ ടേംസിനെ മാത്രം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അവിടെയുള്ള വൈൻ്റെ ടേംസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി സെഡ് വൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെഡിലുള്ള വൈൻ്റെ ടേംസിനെ മാത്രം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അവിടെയുള്ള എക്സിൻ്റെ ടേംസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ ഇതിപ്പോൾ സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ വരുമ്പോഴാണ് നമ്മൾ ഡോ സെറ്റ് ബൈ ഡോ എക്സ്, സെഡ് എക്സ്, സെഡ് വൈ ഒക്കെ പറയുന്നത്. ഇനി മിക്കവാറും ക്വസ്റ്റ്യനിൽ വരിക എഫ് ഈക്വൽ ടു എന്നാവും ഇക്വേഷൻ വരിക. എഫ് ഈക്വൽ ടു വരുമ്പോൾ ക്വസ്റ്റ്യൻ വരിക എഫ് എക്സ്, എഫ് വൈ, എഫ് സെഡ് എന്നൊക്കെ ആയിരിക്കും. എഫ് എക്സ് പറഞ്ഞാൽ എന്താണ്? എഫിലുള്ള എക്സിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വൈൻ്റെ ടേംസ് എല്ലാം കോൺസ്റ്റൻറ്റുകളായിരിക്കും. ഇനി എഫ് വൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വൈനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ബാക്കി എക്സും സെഡും ഒക്കെ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. എഫ് സെഡ് എന്ന് പറയുമ്പോൾ സെഡിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ബാക്കി ടേംസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം, എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ. അപ്പോൾ 1 മാർക്കിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. സോ ഡോ സെറ്റ് ബൈ ഡോ എക്സ് ആണ് കാണാൻ പറഞ്ഞത്. ഡോ സെറ്റ് ബൈ ഡോ എക്സ് പറഞ്ഞാൽ എന്താ? സെഡ് എക്സ്. അപ്പോൾ ഇതിൽ
എക്സിനെ മാത്രമേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുള്ളൂ, ബാക്കി ടേംസ് എല്ലാം എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണ്. അപ്പോൾ സെഡ് എക്സ് എന്ത് വരും, എക്സിനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിൻ്റെ ടേം ഏതാ ഉള്ളത്, എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, എക്സ് റേസ് ടു 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 1 ഇൻറ്റു വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈ സ്ക്വയറിന് അങ്ങനെ തന്നെ എഴുതും. സോ 2x വൈ സ്ക്വയർ. സോ ഇവിടെ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്തായിട്ട് ചെയ്ത് 2x വൈ സ്ക്വയർ. ഇനി അടുത്തത് സെഡ് വൈ ആണ് കണ്ടത് വിചാരിക്കുക. സെഡ് വൈ കാണുമ്പോൾ എങ്ങനെ, ഡോ സെഡ് ബൈ ഡോ വൈനെ പറയുന്നതാണ് സെഡ് വൈ. സെഡ് വൈ എന്ന് പറയുമ്പോൾ സെഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ആര് കോൺസ്റ്റൻ്റ് ആയിരിക്കും, വൈനെ മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുള്ളൂ, എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആണ്. സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. അപ്പോൾ അതിൽ ആദ്യത്തെ ടേം എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിനെ എക്സ് സ്ക്വയർ എന്ന് എഴുതും. ഇനി വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, വൈ റേസ് ടു 2 ആണ്. അപ്പോൾ 2y റേസ് ടു 1. സോ ആൻസർ ഈസ്, ഈ 2 നമുക്ക് ഫ്രണ്ടിലേക്ക് എഴുതിയാൽ 2x സ്ക്വയർ വൈ. സോ ഇതാണ് സെഡ് വൈ വരും. ഓക്കെ, സോ ഇങ്ങനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണേണ്ടത്. അപ്പോൾ സെഡ് എക്സ് ആണെങ്കിൽ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വൈ കോൺസ്റ്റൻ്റ് ആയിരിക്കും. സെഡ് വൈ ആണെങ്കിൽ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എക്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, കോൺസ്റ്റൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ കോൺസ്റ്റൻറ്റിനെ അതുപോലെ തന്നെ എഴുതും. അപ്പോൾ ഇവിടെ സെഡ് വൈ കണ്ടപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ എക്സ് സ്ക്വയർ എന്ന് തന്നെ എഴുതി, ഡിഫറൻഷ്യേറ്റ് ചെയ്തില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, സപ്പോസ് ഒരു ടേമിൽ കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ, വൈൻ്റെ ടേമോ എക്സിൻ്റെ ടേമോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് എഴുതും. സോ അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാം. ഓക്കെ, സോ അടുത്തത് നമുക്ക് ആ ഒരു സെക്ഷനിൽ തന്നെ 3 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പാർഷ്യൽ ഡെറിവേറ്റീവ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, കമ്പ്യൂട്ട് എഫ് എക്സ് എക്സ് എഫ് വൈ സെഡ് എഫ് സെഡ് എക്സ് ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് ക്യൂബ് വൈ സ്ക്വയർ സെഡ് റേസ് ടു 4 പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് സെഡ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞത് എഫ് എക്സിനെ പറഞ്ഞു, എഫ് വൈനെ പറഞ്ഞു, എഫ് സെഡിനെ പറഞ്ഞു. എഫ് എക്സ് പറഞ്ഞാൽ എന്താണ്, എഫിനെ, അതായത് ഇതാണ് എഫ്, എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എഫിലുള്ള എക്സിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ബാക്കി വൈയും സെഡും ഒക്കെ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് എക്സിൻ്റെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് എഫ് എക്സിലുള്ള, ഇതാണ് ഇപ്പോൾ എഫ് എക്സ് കിട്ടിയത്, എഫ് എക്സിലെ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ബാക്കി വൈൻ്റെ ടേംസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി എന്തായിരിക്കും എഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് എക്സിനെ വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എഫ് എക്സിലുള്ള വൈയിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എഫ് എക്സ് വൈ എന്ന് പറയാം. ഇനി എഫ് വൈ വൈ എന്തായിരിക്കും, എഫ് വൈയിലുള്ള വൈയിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തതാണെങ്കിൽ അതിനെ എഫ് വൈ വൈ എന്നും പറയും. ഓക്കെ, സോ നമുക്കിനി ഈ ക്വസ്റ്റ്യനിൽ ഓരോന്നോരോന്നിട്ട് കാണാം. ചോദിച്ചിട്ടുള്ള ഇവിടെ എഫ് എക്സ് എക്സും എഫ് വൈ എക്സും എഫ് സെഡ് എക്സും കാണാനാണ്. അപ്പോൾ എഫ് എക്സ് എക്സ് പറഞ്ഞാൽ എന്താണ്, എഫ് എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എഫ് എക്സ് എക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എഫ് എക്സ് എക്സ് മീൻസ് എഫ് എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എഫ് എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, എഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് എക്സ് പറഞ്ഞാൽ എന്തായിരുന്നു, എഫിനെ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, എഫ് എക്സ് എന്താണ്, എക്സ് ക്യൂബ് വൈ സ്ക്വയർ സെഡ് റേസ് ടു 4 പ്ലസ് എക്സ് വൈ സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് സെറ്റ്. അപ്പോൾ എന്താ, ഫസ്റ്റ് ടേം എടുക്കുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സ് ക്യൂബിൻ്റെ എന്താണ് 3x സ്ക്വയർ, വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, കാരണം നമ്മൾ എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, എഫ് എക്സ് ആണ്. അപ്പോൾ എക്സ് മാത്രമേ ചെയ്യുള്ളൂ, വൈയും സെഡും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈ സ്ക്വയർ സെഡ് റേസ് ടു 4ൻ്റെ വാല്യൂ അങ്ങനെ തന്നെ എഴുതി, പ്ലസ് അടുത്തത് എന്താണ്, എക്സ് വൈ സ്ക്വയർ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ എക്സിൻ്റെ 1 ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും, വൈ സ്ക്വയർ. സോ 1 ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ഇവിടെ വൈ ക്യൂബ് സെറ്റ് നോക്കുക, എക്സ് ഇല്ല അതിൽ, വൈ ക്യൂബും കോൺസ്റ്റൻ്റ് ആണ്, സെഡും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈ ക്യൂബ് സെഡ് കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഒറ്റയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0.
സോ ഇവിടെ എഫ് എക്സ് നമുക്ക് കിട്ടിയത് എന്താണ്? 3x² y² z⁴ പ്ലസ് y². സോ എഫ് എക്സ് കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫ് എക്സ് എക്സ് കണ്ടുപിടിക്കാം. എഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് എഫ് എക്സിലുള്ള എക്സിനെ മാത്രമേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുള്ളൂ, വൈയും സെഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇതാണ് എഫ് എക്സ്. ഇതിലെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ആദ്യത്തെ എന്താണ്? 3 കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 3 തന്നെ എഴുതും. x²ൻ്റെ എന്താണ്? 2x ഇൻറ്റു y² കോൺസ്റ്റൻറ്റ്, y² തന്നെ എഴുതും. z⁴ കോൺസ്റ്റൻറ്റ്, z⁴. അപ്പോൾ എന്താ കിട്ടുക? 3 × 2 6 x y² z⁴. അതാണ് എഫ് എക്സ് എക്സ്. ഇനി ഇതേപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫ് വൈ കാണും. ഓക്കെ, അടുത്ത എഫ് വൈ സെറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എഫ് വൈ സെറ്റ് കാണണമെങ്കിൽ ആദ്യം നമുക്ക് എഫ് വൈ സെറ്റ് പറഞ്ഞാൽ എന്താ? എഫ് വൈനെ സെറ്റോട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എഫ് വൈ കാണണം. എഫ് വൈ എന്താ വരിക? സോ എഫ് ഉണ്ട്, എഫിലുള്ള വൈനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എഫ് വൈ കാണുമ്പോൾ ആദ്യത്തെ ടേം ഇവിടെ നോക്കുക. ഫസ്റ്റ് ടേം എന്താണ്? x³ y² z⁴. എഫ് വൈ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വൈനെ മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ x³ വാല്യൂ നമ്മൾ എന്ത് എഴുതും? x³ തന്നെ എഴുതും, കാരണം x³ കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റു y²ൻ്റെ എന്ത് വരും? 2y⁴ ഇൻറ്റു z⁴ z⁴ തന്നെ പ്ലസ് അടുത്തതിൽ എന്താണ്? എഫ് വൈ ആണ്. അപ്പോൾ അവിടെ എക്സ് തന്നെ, y²ൻ്റെത് 2y പ്ലസ് അടുത്തത് എന്ത് വരും? y³ സെറ്റാണ്. y³ എന്ത് വരും? 3y². സെഡിൻ്റെത് സെഡ് തന്നെ വരും, കാരണം സെഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? x³ × 2y നമുക്ക് എന്ത് എഴുതാം? 2x³ y z⁴ പ്ലസ് അടുത്ത x × 2y 2xy പ്ലസ് 3y² × z 3y² z എന്ന് എഴുതും. സോ ദിസ് ഈസ് എഫ് വൈ. എഫ് വൈ കിട്ടിയാൽ അടുത്ത എന്ത് കണ്ടുപിടിക്കണം? എഫ് വൈ സെറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ കിട്ടിയ എഫ് വൈയിലുള്ള സെഡിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ബാക്കി ടേംസിനൊന്നും ചേഞ്ച് വരില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടും. സോ ഇതിനെയാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. സെഡിനെ മാത്രമേ ചെയ്യുള്ളൂ, ബാക്കിയുള്ളത് അതുപോലെ എഴുതും. സോ ആദ്യത്തെ ടേം ഏതാണ്? 2x³. അതിൽ 2 കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെ തന്നെ എഴുതി. x³ കോൺസ്റ്റൻ്റ് ആണ്, അങ്ങനെ തന്നെ എഴുതി. y കോൺസ്റ്റൻ്റ് ആണ്, y അങ്ങനെ തന്നെ എഴുതി. ഇനി z⁴ എന്ത് വരും? 4 × z⁻³ പ്ലസ് അടുത്ത ടേം നോക്കുക. നമ്മൾ സെഡിനെ കൊണ്ടാണ് ചെയ്യുന്നത്, അപ്പോൾ 2ഉം എക്സും വൈയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ എന്തായിട്ട് മാറും? 0 പ്ലസ് അടുത്തതിൽ 3y² z 3 കോൺസ്റ്റൻറ്റ്, y² കോൺസ്റ്റൻറ്റ്, സെഡിൻ്റെത് 1. സോ ആൻസർ ഈസ്, ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 2 × 4 8 x³ y z³ പ്ലസ് 3y². സോ ഈ കിട്ടിയത് എന്താണ്? എഫ് വൈ സെറ്റ് ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? എഫ് സെഡ് എക്സ് ആണ്. എഫ് സെഡ് എക്സ് കാണണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം എഫ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് എഫ് സെഡ് കാണണം. എഫ് സെഡ് എങ്ങനെ കാണുക? എഫിനെ സെഡിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ബാക്കിയുള്ളവരൊക്കെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആദ്യത്തെ ടേമിൽ എന്താ ഉള്ളത്? x³ കോൺസ്റ്റൻറ്റ്. അപ്പോൾ x³ y² കോൺസ്റ്റൻറ്റ് ഇൻറ്റു z⁻⁴ എന്ത് വരും? 4 × z⁻3. സോ ഇതാണ് ഫസ്റ്റ് ടേം എഴുതിയത്. 4നെ ഫ്രണ്ടിലേക്ക് എഴുതി x³ y² z⁻3 പ്ലസ് അടുത്ത ടേം എന്താ? xy². ഇതിൽ സെഡ് ഇല്ല, സോ ഈ ടേംസ് രണ്ടും എക്സും y² കോൺസ്റ്റൻ്റ് 0. അടുത്തത് y³ സെറ്റ്, y³ കോൺസ്റ്റൻറ്റ്, സോ y³ ഇൻറ്റു സെഡിൻ്റെത് 1. സോ അവിടെ ആൻസർ എന്താ വരിക? 4x³ y² z³ പ്ലസ് y³. സോ ഇത് എഫ് സെഡ് ആയിട്ടുള്ളൂ. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എഫ് സെഡ് എക്സ് ആണ്. എഫ് സെഡ് എക്സ് പറയുമ്പോൾ ഈ കിട്ടിയ എഫ് സെഡിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? 4 × x³ 3x² y² z³ പ്ലസ് y³ എന്ത് വരും? y കോൺസ്റ്റൻ്റ് ആണ്, സോ y³ 0. സോ എഫ് സെറ്റ് ചെയ്യുമ്പോൾ
ഓക്കെ, എഫ് സെഡ് എക്സ് ആണ് ചെയ്യുന്നത്. എഫ് സെഡ് എക്സ് പറയുമ്പോൾ എന്ത് വരും? എഫ് സെഡിന് എക്സും ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെത് 3x² ഇൻറ്റു വൈ സ്ക്വയർ സെഡ് ക്യൂബിൽ ചേഞ്ച് ഒന്നുമില്ല, പ്ലസ് അടുത്തത് വൈ ക്യൂബിൻ്റെത് 0. സോ ആൻസർ ഈസ് 4 ഇൻറ്റു 3 12x² വൈ സ്ക്വയർ സെഡ് ക്യൂബ്. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുക. ഇതിപ്പോൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ നമുക്ക് ഇത് 7 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. So question is, find the first and second order partial derivatives of f of xy is equal to 2x cube y raised to 4 plus 5x plus 7y. ഇനി ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഓർഡർ വരിക എഫ് എക്സ് എഫ് വൈ എഫ് സെഡ് എന്നുള്ളതാണ് ഫസ്റ്റ് ഓർഡർ വരിക. എഫ് എക്സ് എക്സ് എഫ് എക്സ് വൈ എഫ് വൈ സെഡ് എഫ് വൈ വൈ ഇതൊക്കെയാണ് സെക്കൻഡ് ഓർഡർ വരിക. സോ ഇതാണ് ഫംഗ്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് ചെയ്ത് നോക്കുക. ക്ലാസ്സിൽ ചെയ്തതാണ് ഓൾറെഡി, എന്നാലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ഈ ഒരു ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ നോക്കുക. എല്ലാ ഡൗട്ട് വരികയാണെങ്കിലെന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. സോ ഇത് 7 മാർക്കിനാണ് ചോദിച്ചത്. അപ്പോൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സിന് മാത്രം 7 + 3 + 1 11 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ എക്സാമിന്. സോ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് നോക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ, സോ 1 മാർക്കിൻ്റെ നേരത്തെ നമ്മൾ നിർത്തിയെടുത്ത് തുടങ്ങാം. 1 മാർക്കിന് ചോദിച്ചെടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ദി അബ്സൊല്യൂട്ട് മാക്സിമം ഓഫ് എ ഫംഗ്ഷൻ ഫോർ 2 വേരിയബിൾ. അബ്സൊല്യൂട്ട് മാക്സിമം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ? എൻറ്റയർ ഡൊമെയിനിലെ മാക്സിമം വാല്യൂ. എൻറ്റയർ ഡൊമെയിനിലെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക? അബ്സൊല്യൂട്ട് മാക്സിമം എന്ന് പറയാം. ഇനി ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പർട്ടിക്കുലർ റീജിയനിലുള്ള മാക്സിമത്തിനെയും മിനിമത്തിനെയാണ് നമ്മൾ ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലിമിറ്റ് വെച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് ഇവാലുവേറ്റ് ദി ഫോളോയിങ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 x² + y² ഇൻറ്റു ln x² + y². ln എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെ ചെയ്യാം? ലിമിറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 3 പാത്ത് എടുക്കാറുണ്ട്. x = 0, y = 0 ആൻഡ് y = x. ഈ 3 പാത്തിലും ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാറുള്ളത്. സോ അവിടെ എഫ് ഓഫ് എക്സ് വൈ എന്താ തന്നിട്ടുള്ളത്? ലിമിറ്റ് x² + y² ഇൻറ്റു ln x² + y². ln ഈസ് ലോഗ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ എടുക്കാം. എലോങ് ദി എക്സ് ആക്സിസ് അല്ലെങ്കിൽ y = 0. y = 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് x0 = x² + വൈൻ്റെ സ്ഥാനത്ത് ഇവിടെ ഈ ഇക്വേഷനിൽ വൈൻ്റെ സ്ഥാനത്തൊക്കെ 0 കൊടുക്കും. x² + 0² ഇൻറ്റു ln ഓഫ് x² + 0². ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? x² + 0² എന്ന് പറഞ്ഞാൽ x², ln ഓഫ് x² + 0² എന്ന് പറഞ്ഞാൽ ln ഓഫ് x². ഇനി ഇവിടെ ഓർത്ത് വയ്ക്കുക, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ. ഇനി ലിമിറ്റ് കൊടുക്കണം. എക്സിൻ്റെ വാല്യൂ എങ്ങോട്ടാണ് പോകുന്നത്? 0ലോട്ട്. എക്സ് വൈ ടെൻസ് ടു 0 0 ആണ്. ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ ടെൻസ് ടു 0. ദാറ്റ് മീൻസ് x² ടെൻസ് ടു 0. x² 0 ആണെങ്കിൽ x² ഇൻറ്റു ln ഓഫ് x² ഈസ് 0. x² ഇൻറ്റു 0 ഈസ് 0. സോ അത് വെച്ചിട്ടാണ് നമുക്ക് y = 0ൽ ലിമിറ്റിൻ്റെ വാല്യൂ 0 കിട്ടുന്നത്. ഇനി ഇതേപോലെ നമുക്ക് ഏത് പാത്ത് നോക്കണം? x = 0 എന്ന് പറഞ്ഞാൽ പാത്ത് നോക്കണം. x = 0ൽ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ 0 കൊടുക്കും. അപ്പോൾ എങ്ങനെ വരും? 0² + x² + y² ഇൻറ്റു ln ഓഫ് x² + y² ആണ്. അപ്പോൾ ഇവിടെ
എക്സ് ഈക്വൽ ടു 0 കൊടുക്കും. അപ്പോൾ 0² പ്ലസ് y² ഇൻറ്റു ln ഓഫ് 0² പ്ലസ് y². സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ അതേപോലെ തന്നെ y² ln ഓഫ് y² ഇൻറ്റു ln ഓഫ് y². ഓക്കെ, y 0 ടെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0. ഇനി അടുത്തത് ഏത് പാത്ത് എടുക്കണം? 3 പാത്താണ് നമ്മൾ ലിമിറ്റ് ചോദിച്ചെടുക്കേണ്ടത്. ഫസ്റ്റ് y ഈക്വൽ ടു 0, ദെൻ x ഈക്വൽ ടു 0 ആൻഡ് ലാസ്റ്റ് വൺ ഈസ് y ഈക്വൽ ടു എക്സ്. y ഈക്വൽ ടു എക്സ് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് ആയി മാറും. എഫ് ഓഫ് എക്സ് വൈ മാറിയിട്ട് എന്താവും? എഫ് ഓഫ് എക്സ് എക്സ്. അപ്പോൾ എന്താ വരിക? എക്സിനും വൈക്കും എക്സ് കൊടുക്കുക. അപ്പോൾ x² പ്ലസ് y² മാറിയിട്ട് x² പ്ലസ് h² ഇൻറ്റു ln ഓഫ് h² പ്ലസ് h². സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 2h² ഇൻറ്റു ln ഓഫ് h². ഇപ്പോൾ ഈ കേസിൽ h² അഗെയിൻ 0 പോകുന്നത്. സോ ln ഓഫ് 2h² 0 സോ 2h² ഇൻറ്റു ln ഓഫ് 2h² വാല്യൂ 0 ആണ്. സോ ഈ ഒരു പാത്തിലും ലിമിറ്റ് 0 ആണ്. സോ എല്ലാ പാത്തിലും ലിമിറ്റിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? തന്നിട്ടുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. ഇനി ഇതേ ടോപ്പിക്കിൽ നിന്ന് 7 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സൈൻ h² പ്ലസ് y² ഇഫ് എക്സ് വൈ നോട്ട് ഈക്വൽ ടു 0, 1 ഇഫ് എക്സ് വൈ ഈക്വൽ ടു 0, 0. സോ കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യുക? നമുക്ക് വേണ്ടത് ഏത് പോയിൻറ്റിലാണ് കണ്ടിന്യൂറ്റി പോകുന്നത്? ഈ ഒരു പോയിൻറ്റിൽ 0, 0. അപ്പോൾ 0, 0ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ നോക്കണം. സോ അതിന് വേണ്ടി നമ്മൾ എടുക്കുക എഫ് ഓഫ് 0, 0 കണ്ടുപിടിക്കാം. എന്നിട്ട് എഫ് ഓഫ് 0, 0ൻ്റെയും ലിമിറ്റും സെയിം വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് രണ്ടും ചെക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വേരിയേഷൻസ് ഒന്നുമില്ല, അല്ല എങ്കിൽ വേരിയേഷൻസ് ഉണ്ട് എന്നാണ് മീനിങ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എഫ് ഓഫ് 0, 0ൻ്റെ വാല്യൂ കാണാം. അത് കഴിഞ്ഞിട്ട് 0, 0ൽ ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണാം. ഫംഗ്ഷൻ്റെ ലിമിറ്റ് കാണാൻ വേണ്ടി നമ്മൾ എഗെയിൻ നേരത്തെ പോലെ 3 പാത്തും എടുക്കണം. ഏതൊക്കെ? എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു വൈ. സോ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. സോ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് 0, 0 കാണണം. എഫ് ഓഫ് 0, 0 എന്താ വരിക? എക്സ് വൈ ഈക്വൽ ടു 0, 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0, 1 ആണ്. സോ എഫ് ഓഫ് 0, 0 ഈസ് 1. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ആ എഫ് ഓഫ് 0, 0യും ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 എഫ് ഓഫ് എക്സ് വൈയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ അതിന് വേണ്ടി നമുക്ക് ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. സോ ഈ ലിമിറ്റ് പറഞ്ഞാൽ എന്താ? ഏതൊക്കെ പാത്തിൽ നോക്കും? എക്സ് ആക്സിസ്, ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു 0. വൈ ഈക്വൽ ടു 0 എന്നുള്ളത് ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ h² പ്ലസ് y² ആണ്. അപ്പോൾ y 0 ആകുമ്പോൾ y² 0 ആവും. സോ എക്സ് ടെൻസ് ടു 0 സൈൻ h². സൈൻ h²ൻ്റെ വാല്യൂ സൈൻ 0 ഈസ് 0. സോ അവിടെ ആൻസർ ഈസ് 0. ഇനി ത്രൂ എക്സ് ആക്സിസ്, അപ്പോൾ എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക ഇക്വേഷനിൽ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ മാറി എഫ് ഓഫ് 0y ഈക്വൽ ടു സൈൻ h² പ്ലസ് y²ന് പകരം എക്സ് 0, 0² പ്ലസ് y². സോ ആൻസർ ഈസ് സൈൻ y². ഇനി y 0 പോകുമ്പോൾ സൈൻ y²ൻ്റെ വാല്യൂ സൈൻ 0 ആവും, ദാറ്റ് ഈസ് 0. ഇനി അടുത്ത പാത്ത് y ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സിനും വൈക്കും എക്സ് കൊടുക്കുക. അപ്പോൾ എങ്ങനെ കിട്ടും? എഫ് ഓഫ് എക്സ് എക്സ് ഈക്വൽ ടു സൈൻ h² പ്ലസ് h² മൈനസ് സൈൻ 2h². ദാറ്റ് മീൻസ് സൈൻ h² പ്ലസ് h² ഈസ് 2h². സൈൻ 2h² മൈനസ് സൈൻ 2h² is equal to 0.
ഓക്കെ. ഇനി y ഈക്വൽ ടു എക്സിൽ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. സോ ഇവിടെ ശ്രദ്ധിക്കുക, f(0,0) നമുക്ക് 1 കിട്ടിയത്, പക്ഷേ ബാക്കി ലിമിറ്റൊക്കെ 0 ആണ് കിട്ടിയത്. സോ അത് രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫങ്ഷൻ 0,0ൽ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയേണ്ടി വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ആൻഡ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചെയ്യാം. സോ നന്നായിട്ട് നോക്കി വയ്ക്കുക. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ കറക്ഷൻസും ഉണ്ട്. സോ നിർബന്ധമായിട്ട് നോക്കുക. സോ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദി ഫങ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 പ്ലസ് വൈ റൈസ് ടു 4 മൈനസ് 2x² പ്ലസ് 4xy മൈനസ് 2y². സോ ഈ ഫംഗ്ഷൻ്റെ എക്സ്ട്രീം വാല്യൂസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം, മിനിമം. സോ ഇതിന് മാക്സിമം എവിടെയാണ്, മിനിമം എവിടെയാണ് എന്നൊക്കെയാണ് കാണേണ്ടത്. സോ മാക്സിമം മിനിമം ഉണ്ടാവാൻ സാധ്യതയുള്ള പോയിൻറ്റ്സിനെ നമ്മൾ പറയുന്ന പേരായിരുന്നു ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഏതായിരുന്നു? എഫ് എക്സ് ഈക്വൽ ടു 0യും എഫ് വൈ ഈക്വൽ ടു 0യും ആവുന്ന പോയിൻറ്റ്സ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. സോ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം എഫ് എക്സും എഫ് വൈയും കാണണം. സോ അതെങ്ങനെ കണ്ടുപിടിക്കുക? എഫ് എക്സ് പറഞ്ഞാൽ എന്താണ്? എഫിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ബാക്കി വൈ എല്ലാം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോന്നായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നോക്കുക എന്താ കിട്ടുക? എക്സ് റൈസ് ടു 4ൻ്റെത് 4x³, വൈ റൈസ് ടു 0 കോൺസ്റ്റൻ്റ് ആണ്. എക്സിലാണ് ചെയ്യുന്നത്, എഫ് എക്സ് ആണ്. അപ്പോൾ എക്സിന് മാത്രമേ ഡിഫറൻഷ്യേറ്റ് ചെയ്യുള്ളൂ, വൈ ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വൈ റൈസ് ടു 4ൻ്റെത് 0 മൈനസ് അടുത്ത ടേം എന്താണ്? -2x². സോ -2 ഇൻറ്റു x²ൻ്റെത് 2x. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? -2 ഇൻറ്റു 2x. അതാണ് ഇവിടെ നമ്മൾ -4x എന്ന് എഴുതിയിട്ടുള്ളത്. പ്ലസ് അടുത്ത ടേം എന്താണ്? 4xy. ദാറ്റ് ഈസ് 4 ഇൻറ്റു എക്സിൻ്റെത് 1 ഇൻറ്റു വൈൻ്റെത് വൈ കോൺസ്റ്റൻ്റ് ആണ്. 4 ഇൻറ്റു 1 ഇൻറ്റു വൈ 4y. അടുത്ത ടേം 2y² ആണ്. വിത്ത് റെസ്പെക്റ്റ് എക്സിൽ ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ്. അപ്പോൾ ഈ ടേം 0 ആയി പോകും. സോ ആൻസർ ഈസ് 4x³ മൈനസ് 4x പ്ലസ് 4y ഈക്വൽ ടു 0. ഇനി ഇതേ മെത്തേഡിൽ നമ്മൾ എന്തും കണ്ടുപിടിക്കണം? എഫ് വൈ കാണണം. എഫ് വൈ എന്ന് പറഞ്ഞാൽ വൈനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ ടേം എന്തായിട്ട് മാറും? 0. വൈ റൈസ് ടു 4ൻ്റെത് 4y³ മൈനസ് 2x² എന്തായിട്ട് മാറും? വിത്ത് റെസ്പെക്റ്റ് ടു എക്സിലുള്ളതൊക്കെ 0 ആവും. സോ ഇതും 0 ആയിട്ട് പോകും. പിന്നെ അടുത്ത് 4xy. 4xyൻ്റെ എന്ത് വരും? 4 ഇൻറ്റു എക്സിൻ്റെത് എക്സ് ഇൻറ്റു വൈൻ്റെത് 1. 4 ഇൻറ്റു എക്സിൻ്റെ 1 4x. അടുത്ത ടേം -2y². സോ -2 ഇൻറ്റു y²ൻ്റെത് 2y. സോ -4y. സോ ഇതാണ് എഫ് എക്സും എഫ് വൈയും കിട്ടി. ഇനി നമ്മൾ ഇത് രണ്ടും ഈക്വൽ ടു 0 ആവുന്ന കേസിലുള്ള എക്സും വൈയും കാണണം. സോ അതിന് വേണ്ടി ഞാനിവിടെ ചെയ്യുന്നത് ഈ രണ്ട് ഇക്വേഷന്, ഈ എഫ് എക്സ് ഈക്വൽ ടു 0നെ ഇക്വേഷൻ നമ്പർ 1 എന്നും രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും എടുത്തു. ഇനി എന്ത് ചെയ്യാണ്? ഞാൻ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഇക്വേഷൻസും തമ്മിൽ കൂട്ടാൻ പോവാണ്. സോ ഇത് പ്ലസ് ഇത് കൂട്ടുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 4x³ പ്ലസ് 4y³ ദാറ്റ് ഈസ് 4x³ പ്ലസ് 4y³. പിന്നെ അടുത്ത് -4xും പ്ലസ് 4xും 0 ആവും. പ്ലസ് 4y മൈനസ് 4y 0 ആവും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 0. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? 4x³ പ്ലസ് 4y³ ഇസ് ഈക്വൽ ടു 0. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 4 ഉണ്ട്. സോ 4നെ പുറത്തെടുത്താൽ 4 ഇൻറ്റു ബ്രാക്കറ്റിൽ പിന്നെ എന്താ ഉണ്ടാവുക? ഇവിടെ x³ ഇവിടെ y³ x³ പ്ലസ് y³ ഇസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 4 ഇൻറ്റു ദിസ് ടേം ഈസ് 0. 4 ഒരു കാരണവശാലും 0 ആവില്ല. അപ്പോൾ ആരായിരിക്കും 0? x³ പ്ലസ് y³ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് പ്ലസ് y³ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് y³. സോ x³ ഇസ് ഈക്വൽ ടു മൈനസ് y³. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് y. എക്സ് എന്ന് പറയുന്നത് മൈനസ് y ആയിരിക്കും. ഓക്കെ, അപ്പോൾ x 1 ആണെങ്കിൽ y എന്ന് പറയുന്നത് -1 ആയിരിക്കും. x -1 ആണെങ്കിൽ y എന്ന് പറയുന്നത്
1 ആയിരിക്കും. സോ അതാണ് x ഈക്വൽ ടു -y അല്ലെങ്കിൽ y ഈക്വൽ ടു -x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ x ഈക്വൽ ടു -y എന്ന് പറഞ്ഞാൽ ഒറ്റ ഇക്വേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ ഇനി ഇത് പോരാ, വേറെയും ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടി നമ്മൾ കുറച്ചും കൂടി സിംപ്ലിഫിക്കേഷന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയ y ഈക്വൽ ടു -x എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇക്വേഷൻ നമ്പർ 1 ഇവിടെ എന്തായിരുന്നു, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 കൊടുത്താലും മതി. ഈ രണ്ട് ഇക്വേഷനിൽ ഏതിലെങ്കിലും ഒന്നിൽ. സോ ഇതാണ്, അപ്പോൾ ഈ ഇക്വേഷനാണ് ഞാൻ എടുത്തത്. fx ഈക്വൽ ടു 4x³ - 4x + 4y. ഇതിൽ വൈക്ക് പകരം y എന്ന് പറഞ്ഞപ്പോൾ എന്താ കിട്ടിയത്, ഈ ഒരു ഇക്വേഷനിൽ y ഈക്വൽ ടു -x ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ വൈക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്, -x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, 4x³ അതിലൊന്നും ചേഞ്ച് വരില്ല, 4x + 4y മാറിയിട്ട് 4 × -x ആയിട്ട് മാറും. ദാറ്റ് മീൻസ് 4x³ - 4x - 4x -8x. 4x³ - 8x = 0. ഇനി നോക്കുക, രണ്ടും കോമൺ ആയിട്ട് നമുക്ക് ആരെടുക്കാൻ പറ്റും, ഇവിടെ 4x³ ഉണ്ട്, 8x ഉണ്ട്. അപ്പോൾ രണ്ടും കോമൺ ആയിട്ട് നമുക്ക് 4xനെ എടുക്കാം. ഇവിടുത്തെ 4x എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ടാവും, x² മൈനസ് ഇവിടെ 8x ന്ന് 4x പോയാൽ 2. സോ 4x × x² - 2 = 0. സോ ഇതിന് നമുക്ക് എന്ത് പറയാം, രണ്ട് കണ്ടീഷൻസ് ആണ് പറയാൻ പറ്റുക. ഒന്നെന്ന് പറയുന്നത് എയ്തർ 4x = 0 അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, x² - 2 = 0. 4x = 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0. ഇനി ഓർത്ത് വയ്ക്കുക, y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, -x ആണ്. ഈ കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക, y -x ആണ്. അപ്പോൾ x 0 ആണെങ്കിൽ yക്ക് വരാൻ പറ്റുന്ന ഏക ചാൻസ് എന്താണ്, y = 0 എന്ന് പറയുന്ന ഒരു ചാൻസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഏതാണ്, 0 0 എന്ന് പറയുന്നതാണ് ഒരു പോയിൻ്റ്. ഇനി അടുത്ത ചാൻസ് x² - 2 = 0. ദാറ്റ് മീൻസ് x² = -2 അങ്ങോട്ട് പോകുമ്പോൾ +2. x² = 2. ദാറ്റ് ഈസ് x = ±√2. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, y എന്ന് പറഞ്ഞാൽ എന്താണ്, -x ആണ്. അപ്പോൾ x +√2 ആണെങ്കിൽ y എന്തായിരിക്കും, -√2. x -√2 ആണെങ്കിൽ y എന്തായിരിക്കും, +√2. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഈ പ്രോബ്ലം ചെയ്ത സമയത്ത് ഒരു ബാച്ചിൻ്റെ കേസിൽ കേട്ടോ, അടുത്ത ബാച്ചിന് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഫസ്റ്റ് ബാച്ചിൻ്റെ കേസിൽ നമ്മൾ x = 0 എന്നും കിട്ടി, y = x = ±√2 കിട്ടി. സോ നമ്മൾ 0ൻ്റെയും √2ൻ്റെയും എല്ലാ കോമ്പിനേഷൻസും എടുത്തായിരുന്നു. സോ ആ ഒരു എല്ലാ കോമ്പിനേഷനും എടുക്കണ്ട, നമ്മൾ ഈ ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പോയിൻറ്റ്സ് എടുത്താൽ മതി. അതായത് y = -x കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. സോ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് വരെ ഇതൊക്കെയായിരിക്കും. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് വരുന്നത് 0 0 വരും. അടുത്തത് x √2 ആകുമ്പോൾ y -√2, x -√2 ആകുമ്പോൾ y √2. സോ ഇവിടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 0 0, √2 -√2, -√2, √2. സോ ഈ 3 പോയിൻറ്റ്സ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. സോ ഇവിടെയാണ് നമ്മുടെ മാക്സിമം ഓർ മിനിമം ഉണ്ടാവാൻ സാധ്യത ഉള്ളത്. ഇനി മാക്സിമം മിനിമം കണ്ടുപിടിക്കാനുള്ള ടേംസ് ഏതൊക്കെയായിരുന്നു? സോ മാക്സിമം മിനിമം കാണാൻ എ വേണം, ബി വേണം, സി വേണം. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എഫ് എക്സിനെ വിത്ത് റെസ്പെക്റ്റ് എക്സിൽ ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഡയറക്റ്റ് എഴുതേണ്ട 12x² - 4 കിട്ടും. fxy എന്ന് പറഞ്ഞാൽ എഫ്എക്സിനെ y കൊണ്ട് ചെയ്യുക. സോ 4 കിട്ടും. fy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ fyനെ y കൊണ്ട് ചെയ്യുക. സോ 12y² - 4. സോ ABC കണ്ടുപിടിച്ചാൽ ഇനി മാക്സിമം ഓർ മിനിമം കാണാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓർത്ത് വയ്ക്കുക, AC മൈനസ് ഈ ഒരു ടേം എന്താണ് വേണ്ടത്, AC - B² വാല്യൂ നോക്കുക. AC - B² > 0 ആണ്. A > 0, B > 0 ആണെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു ലോക്കൽ മിനിമം ഉണ്ടായിരിക്കും. എല്ലാം > 0 ആണെങ്കിൽ ലോക്കൽ മിനിമം. ഇനി ഇതിന് പകരം
AC minus B square greater than 0 and A less than 0 and B less than 0 ആണെങ്കിൽ അതെന്തായിരിക്കും? ലോക്കൽ മാക്സിമം ആയിരിക്കും. ഓക്കെ, സോ അതേപോലെ ഈക്വൽ ടു 0 വരികയാണെങ്കിൽ ടെസ്റ്റ് ഇൻകൺക്ലൂസീവും, ലെസ് ദാൻ 0 AC മൈനസ് ബി സ്ക്വയർ ലെസ് ദാൻ 0 വരികയാണെങ്കിൽ ആ പോയിൻ്റ് സാഡിൽ പോയിൻറ്റും ആയിരിക്കും. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ നോട്ടിൽ ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യനും കൂടി ഒന്ന് നോക്കുക. അതിൻ്റെ PDF വേണമെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ പറയുകയാണെങ്കിൽ ഞാൻ അതും അയച്ചു തരാം. ഓക്കെ, സോ ഇവിടെ FXXും അതായത് എയും ബിയും സിയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ 3 പോയിൻറ്റിലും എ എന്താ കിട്ടുക, ബി എന്താ കിട്ടുക, സി എന്താ കിട്ടുക നോക്കാം. സോ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? 0 0 √2 -√2 -√2 √2. ഓക്കെ, സോ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയത് 12x² - 4 ആണ്. സോ ഈ ഒരു ഇക്വേഷനിൽ സോ എ is equal to 12x² - 4ൽ 0 0 കൊടുക്കുമ്പോൾ 12 × 0 0 -4. സോ ഇവിടെ -4 കിട്ടും. സോ എ ലെസ് ദാൻ 0 ആണ്. ഇനി ബീൻ്റെ അടുത്തത് നമുക്ക് എന്താണ്? √2 -√2ൽ എൻ്റെ വാല്യൂ നോക്കാം. എ √2 ആണ്, എക്സ് √2 ആണ്. അപ്പോൾ 12 × √2ൻ്റെ സ്ക്വയർ 2, 12 ഓക്കെ വെയിറ്റ് എങ്ങനെ വരും? 12 × x², എക്സ് ഇവിടെ ഏതാണ്? √2 ആണ്. √2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 -4. സോ 12 × 2 24, 24 -4 ഇവിടെ 20 കിട്ടും. ഇതേപോലെ -√2 √2 കൊടുക്കുമ്പോഴും നമുക്ക് ആൻസർ എൻ്റെ വാല്യൂ കിട്ടുക 20 ആയിരിക്കും. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. ബി എന്ന് പറയുന്നത് ഈക്വൽ ടു 4 ആണ്. സോ അവിടെ പ്രത്യേകിച്ച് എക്സും വൈ ഒന്നും കൊടുക്കണ്ട, എല്ലാത്തിലും ബി ഈക്വൽ ടു 4 ആണ്. ഇനി സി എന്താണ്? സി 12y² - 4 ആണ്, FYY. സോ ഇവിടെ ഈ 3 പോയിന്റിലിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 0 0ൽ കൊടുക്കുമ്പോൾ -4 കിട്ടും, √2 -√2 ചെയ്താൽ 20 കിട്ടും, -√2 √2 ചെയ്താൽ 20 കിട്ടും. സോ ഓക്കെ, സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി? എ ബി സിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? AC മൈനസ് ബി സ്ക്വയർ കാണണം. ഈ ഓരോ കേസിലും നമ്മൾ AC മൈനസ് ബി സ്ക്വയർ കാണാം. സോ എങ്ങനെ കിട്ടും? ഫസ്റ്റത്തെ പോയിന്റിൽ 0 0ൽ എങ്ങനെ കിട്ടും? AC ആണ് -4 × -4, ദാറ്റ് ഈസ് 16 - b സ്ക്വയർ ഈസ് 4. 16 - 16 ഈസ് 0. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഏതാണ്? √2 -√2. അവിടെ ഇതുപോലെ എ കാണുമ്പോൾ എന്ത് കിട്ടും? എ അല്ല, നമ്മുടെ ഈ നമുക്ക് വേണ്ടത് AC മൈനസ് ബി സ്ക്വയർ ആണ്. സോ എ ഈസ് 20, സി ഈസ് 20. അപ്പോൾ AC മൈനസ് ബി സ്ക്വയർ ബി 4 ആണ്. അപ്പോൾ 20 × 20 എന്ത് വരും? 400 - 16 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 384 ആണ്. അതേപോലെ അടുത്ത കേസിലും 24 20 ആണ്. സോ ചെയ്യുമ്പോൾ കിട്ടുക 384. ഇനി നോക്കുക ഓരോ കേസിലും. സോ ഫസ്റ്റ് പോയിൻറ്റിൻ്റെ കേസിൽ, ദാറ്റ് മീൻസ് സീറോൻ്റെ കേസിൽ AC മൈനസ് ബി സ്ക്വയർ എന്ത് കിട്ടും? -4 × -4, ദാറ്റ് ഈസ് 16 -4 ചെയ്യുമ്പോൾ ഇവിടെ 0, ഇവിടെ 384. ഇനി ഇവിടെ നോക്കാം. ഓക്കെ, നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ചു. ഇനി 0 0ൻ്റെ കേസിൽ A ലെസ് ദാൻ 0, C ലെസ് ദാൻ 0, B ഗ്രേറ്റർ ദാൻ 0. സോ ഇത് നമ്മൾ പറഞ്ഞ ഒരു കണ്ടീഷനുമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ 0 0 എന്ന് പറയുന്നത് ഒരു മിനിമം പോയിൻറ്റുമല്ല, മാക്സിമം പോയിൻറ്റുമല്ല. ഇനി അടുത്തത് നോക്കാം. √2 -√2, ഇവിടെ 20, ഇവിടെ 20. സോ ഇവിടെ A ഗ്രേറ്റർ ദാൻ 0, B ഗ്രേറ്റർ ദാൻ 0. ഇവിടെയും A ഗ്രേറ്റർ ദാൻ 0, B ഗ്രേറ്റർ ദാൻ 0. A ഗ്രേറ്റർ ദാൻ 0, B ഗ്രേറ്റർ ദാൻ 0 ആൻഡ് AC മൈനസ് ബി സ്ക്വയർ ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. സോ ഈ പോയിൻ്റ് എന്തായിരിക്കും? ഇതും ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് പോയിൻ്റ് √2 -√2ഉം -√2 √2ഉം എന്താണ്? ലോക്കൽ മിനിമം പോയിൻറ്റ്സ് ആണ്. സോ ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. സോ നന്നായിട്ട് നോക്കി വയ്ക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചോദിക്കുക, ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്യുക. ആൻഡ് സെയിം ടോപ്പിക്സിൽ വരുന്ന
അല്ലെങ്കിൽ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോട്ടിൽ വേറെ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 2-ൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക, ക്ലാസ് നോട്ട് ഒന്ന് ജസ്റ്റ് നോക്കുക, നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് എക്സാം എഴുതുക.